നമസ്കാരം. ദേശവാണി എഫ്എമ്മിലേക്ക് സ്വാഗതം. ദേശവാണി എഫ്എമ്മിൽ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്, നമുക്കറിയാം മണ്ണാർക്കാട് രാഷ്ട്രീയത്തിൽ, മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയത്തിൽ ആര് സ്ഥാനാർത്ഥിയാവണം എന്നുള്ള ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പല ആളുകളും മുസ്ലിം ലീഗിന്റെ നേതാക്കളെ അടുത്തേക്ക് പോവുകയും അവരോട് സംവദിക്കുകയും മണ്ണാർക്കാട് നിന്നും ഒരു സ്ഥാനാർത്ഥി വേണമെന്ന് അഭിപ്രായപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, മണ്ണാർക്കാട് MLA ശംസുദ്ദീൻ തുടരണം എന്നുള്ള അഭിപ്രായവും ഉയർന്നു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ചില ആളുകൾ, ചില നേതാക്കൾ ഉൾപ്പെടെ ഇന്ന് കുഞ്ഞാലിക്കുട്ടിയെ നേരിൽ കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ വേണ്ടി കുഞ്ഞാലിക്കുട്ടിയുടെ അടുത്തേക്ക് പോയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഏതായാലും എന്നോടൊപ്പം ഉള്ളത് അബ്ദുൽ ഹാദി അറക്കലാണ്. ഹാദിക, എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം, എങ്ങനെയാണ് ലീഗിന്റെ? ഞാനത് കൗതുകത്തോട് നോക്കിയായിരുന്നു ആരൊക്കെയാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ കാണാൻ പോയതെന്ന്. ആ പേരുകൾ പ്രസക്തമാണ്, നമ്മളത് പേര് വായിക്കാൻ കുറച്ച്. ആ പേര് പ്രസക്തമാണ്, കാരണം അവര് ആഗ്രഹിക്കുന്നത് ശംസുദ്ദീൻ വേണമെന്നാണ്. പക്ഷെ നമ്മൾ അവിടെ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അവർ നിലപാടെന്നൊക്കെ പറയും, പക്ഷെ അതിന്റെ ബാക്കിൽ ഒരു കുസൃതി ഉണ്ട്. അതായത് ഈ പറയുന്ന ആളുകളൊക്കെ ഇത്തവണ എന്തായാലും വരാൻ കഴിയില്ലെന്ന് ഉറപ്പുള്ള ആളുകളാണ്. ആ പേര് വായിക്കാൻ മനസ്സിലാവും. ആഗ്രഹം ഉണ്ടായിരുന്നു, പിന്നീട് വരാൻ കഴിയില്ല. അല്ല, അവർക്ക് ഈ സമയം അവർക്ക് ടേം ആയിട്ടില്ല. പക്ഷെ അവർ പറയുന്നത് എന്താ, ശംസുദ്ദീൻ ആവട്ടെ, ശംസുദ്ദീൻ ആണ് ആവേണ്ടത്, അദ്ദേഹത്തിനാണ് ഇവിടെ ജയസാധ്യതകൾ എന്ന് പറയുമ്പോൾ അതിനൊരു ബാക്കിൽ ഒരു ഹിഡ സംഭവം ഉണ്ട്. കാരണം ഇത്തവണ എന്താ സീറ്റ് അവർ കിട്ടില്ല, ഉറപ്പാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ പോകുമ്പോൾ അടുത്ത തവണത്തെ ഞങ്ങൾക്ക് പ്രിപ്പയർ ആയിരിക്കും ചെയ്യാം. അപ്പൊ ഇത്തവണ ശംസുദ്ദീൻ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത തവണ പരിഗണിക്കുന്ന കൂട്ടത്തിൽ ഇവരെ വരും. പക്ഷെ അതിൽ പോയ ആളുകളുടെ കൂട്ടത്തിൽ നമുക്കറിയാം ഈ റഷീദ് അലായന്റെ കാര്യം വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ വേണമെങ്കിൽ നമുക്ക് കരുതാം. പക്ഷെ പിന്നീട് പോയിട്ടുള്ള ആളുകൾ ജില്ലാ സെക്രട്ടറിമാരായ പൊൻപാറ കോയക്കുട്ടി, സലാം മാസ്റ്ററുമാണ്. ഇവർക്ക് രണ്ടുപേർക്കും ഇനിയൊരു ചാൻസ് ഉണ്ടോ? ഇല്ല, നമ്മൾ സലാം മാസ്റ്റർ പോയപ്പോ സലാം മാസ്റ്റർ പറഞ്ഞാണല്ലോ ഇത്തവണ എന്താണ് ശംസുദ്ദീൻ വരട്ടെ, നമ്മുടെ ഇന്റർവ്യൂല് പറഞ്ഞതാ. അപ്പൊ നമ്മള് ഒരു പരിഗണന ലിസ്റ്റ് എന്ന രീതിയിൽ മാധ്യമങ്ങൾ ചർച്ച ചെയ്ത അല്ലെങ്കിൽ മാധ്യമങ്ങൾ അറിഞ്ഞ പേരുകളിൽ സലാം മാഷ പേരില്ല. അങ്ങനത്തെ പേരില്ലാത്ത ആളുകളാണ് പോയിട്ടുള്ളത്. ഈ പേര് ശക്തമായി നിൽക്കുന്ന ആളുകളുണ്ട്, അവർ പോയിട്ടുണ്ടോ? അതെ, ഹെക്കളത്തിൽ അബ്ദുള്ള, അതുപോലെ തന്നെ നമുക്കറിയാം ബഷീർ, പിന്നെ അതുപോലെ തന്നെ ഇവര് പോയിട്ടുണ്ടോ? കാരണം ഇവര് ഈ സംഭവം എന്ന് പറയുന്നത് ഈ തവണ പരിഗണന ലിസ്റ്റ് സാധ്യതയുള്ള ആളുകൾ 3 പേരെ വെട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇവര് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോ ഒരാൾ MLA ആയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത തവണ ആളിനെ MLA ആവും, സിറ്റിംഗ് MLA രീതിയിൽ. അപ്പൊ അത് തുറന്നു പോകുമല്ലോ. അപ്പോൾ അടുത്ത തവണ ഒരു സ്പേസ് അല്ലെങ്കിൽ അവിടെ ഒഴിച്ചിടുമ്പോൾ അത് തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാനുള്ള ഒരു സംഭവമായിക്കൂടെ. ശംസുദ്ദീനെ മുൻനിർത്തിക്കൊണ്ട് ശംസുദ്ദീനെ ആവട്ടെ എന്ന് പറയുമ്പോൾ ഇത് അടുത്ത തവണ ഞങ്ങൾക്ക് ചാൻസ് വരും എന്ന പ്രതീക്ഷയോടെ കാണുന്ന ആളുകളാണ് പോയിട്ടുള്ള സംസ്ഥാന സെക്രട്ടറി, യൂത്ത് ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി ഗഫൂർ കോൽക്കളത്തിൽ, അതുപോലെ തന്നെ മണ്ഡല സെക്രട്ടറി റഷീദ് അലായൻ, മുസ്ലിം ലീഗിന്റെ മണ്ഡല സെക്രട്ടറി റഷീദ് അലായൻ, അതുപോലെ തന്നെ ജില്ലാ സെക്രട്ടറിമാരായ പൊൻപാറ കോയക്കുട്ടി, അതുപോലെ തന്നെ സലാം മാസ്റ്റർ, പിന്നെ യൂത്ത് ലീഗിന്റെ നേതാക്കൾ സൈനുദ്ദീൻ കൈതച്ചിറ ഉൾപ്പെടെയുള്ള യൂത്ത് ലീഗിന്റെ നേതാക്കൾ, അതായത് എടത്തനാട്ടുകര മുതൽ അട്ടപ്പാടി വരെയുള്ള നേതാക്കൾ പോയി എന്ന് പറയപ്പെടുന്നുണ്ട്. കുഞ്ഞാലിക്കുട്ടിയെ നേരിട്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി എന്ന് പറയുമ്പോൾ നമുക്കറിയാം മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിൽ നിന്നും ഒരാളുടെ സാന്നിധ്യവും അതിലില്ല. അതെ, അതല്ല ഇതിൽ പറയുന്ന ലിസ്റ്റിൽ പെടുമ്പോൾ നമ്മൾ നോക്കേണ്ടത് ശംസുദ്ദീൻ എന്ന് പറഞ്ഞ വ്യക്തിയുണ്ട്, അത് പ്രഭാവമുണ്ട്. അദ്ദേഹത്തിന് എന്താണ് ചില ആളുകളുമായിട്ട് ഭയങ്കര സമ്പർക്കമുണ്ട്. അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്ന കുറെ പേരുണ്ട്. യൂത്ത് ലീഗ് ഒക്കെ അദ്ദേഹത്തെ പറയുക, അദ്ദേഹത്തിന് കഴിവുണ്ട്. ചില ആളുകളെ ഒപ്പം നിർത്താനുള്ള ഒരു കഴിവുള്ള ഒരു വ്യക്തിയാണ് ശംസുദ്ദീൻ. ഒരിക്കലും ഒരു ചെറിയ ആളല്ല, അദ്ദേഹത്തിന് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്, അദ്ദേഹത്തിന് അങ്ങനെ കഴിവുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്ന ആളുകൾ ഇപ്പോഴും സ്ട്രോങ് ആയി നിൽക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് ഈ മുതിർന്ന നേതാക്കൾ പോയ ഒരാള് അവരാണ് ഞാൻ പറഞ്ഞത്. അവർക്കൊന്നും ഇതിനോടുള്ള കാരണം അവര് ആയി വരുന്നുള്ളൂ. കാരണം ഇത്തവണ കൂടി ശംസുദ്ദീൻ നിന്നോട്ടെ, അപ്പൊ അടുത്ത സ്പേസ് ഇടമൊരുക്കുമ്പോൾ ഞങ്ങൾക്ക് കൂടി അതിലേക്ക് സാധ്യത വരാം എന്നുള്ള രീതിയിലാണ്. പക്ഷെ ഇത്തവണ സാധ്യതയുള്ള ആളുകൾ, ഇപ്പൊ മണ്ണാർക്കാട് നിന്ന് ഒരു സ്ഥാനാർത്ഥി വേണം. മണ്ണാർക്കാട് 3 ടേമായിട്ട് മണ്ണാർക്കാട് ആരുമില്ല. ഇപ്പൊ ഞാൻ അറിഞ്ഞിടത്തോളം മണ്ണാർക്കാട് പ്രമുഖർ കുറച്ച് പേര് പോയിട്ടുണ്ട്. കാരണം അതൊരു പ്രാദേശിക വികാരമാണ്. മണ്ണാർക്കാട് പ്രാദേശിക നേതാക്കൾ പോയിട്ടുള്ളത് തങ്ങളെ കാണാനാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവര് പ്രാദേശികമായിട്ട് പ്രമുഖർ പോയിട്ട് അവർക്ക് ഇത് മണ്ണാർക്കാട് നിന്ന് ഒരാൾ വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഈ മണ്ണാർക്കാട് നിന്ന് ഒരാൾ വേണമെന്ന് ആഗ്രഹിക്കുമ്പോൾ നമുക്കറിയാം ഫായിദ ബഷീറിന്റെ പേരാണ് മുന്നിൽ. അതെ, ഇപ്പോൾ ഉള്ളതിൽ 3 പേരിൽ മുമ്പിൽ ഫായിദ ബഷീർ. കാരണം ഫായിദ ബഷീറിന്റെ ഇമേജ് എന്ന് പറയുന്നത് മുനിസിപ്പാലിറ്റിയിൽ കുറേയേറെ മാറ്റങ്ങൾ കൊണ്ടുവന്നു. അദ്ദേഹത്തിന്റെ ഒരു കഴിവ് കൊണ്ട് കുറെ വൃത്തിയുള്ള നഗരമായി മണ്ണാർക്കാട് മാറി. അത് മാത്രമല്ല, അദ്ദേഹത്തിന് ഇപ്പം കുറെ ആളുകൾ പറയുന്നത് പഴയ മണ്ണാർക്കാടിൽ എപ്പോൾ മണ്ണാർക്കാട് ഒരു മാറ്റം വന്നിട്ടുണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങൾ, കുറെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഫായിദ ബഷീറിന്റെ പേര് മുൻതൂക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് വേണ്ടി വാദിക്കാൻ ആളുകൾ ഉണ്ടെന്നുള്ളത് വളരെ വലിയ സംഭവമാണ്. കാരണം മുഹമ്മദ് ബഷീർ ഇവിടെ അടുത്ത സ്ഥാനാർത്ഥി ആവണമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് വേണ്ടി വാദിക്കുന്ന ഒരു കൂട്ടരുണ്ടെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് 5 കൊല്ലത്തെ ഭരണമികമാണ്. അത് മാത്രമല്ല, അദ്ദേഹം മുന്നിൽ നിന്ന് അയച്ചതുകൊണ്ട് മാത്രമാണ് ഇത്തവണ
മുനിസിപ്പാലിറ്റി കിട്ടിയത്. നമ്മളിപ്പോൾ കഴിഞ്ഞ ഇതിൽ അസീസ് ഭീമനാട് പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് കോൺഗ്രസ് സഹായം പോലും കിട്ടിയിട്ടുണ്ട്. കാരണം കോൺഗ്രസിന് ആഭ്യന്തര പ്രശ്നങ്ങൾ കാരണം കോൺഗ്രസ് സീറ്റുകളിൽ പലതും പോയിട്ടുണ്ട്. കോൺഗ്രസ് CPM-നെ സഹായിച്ചു എന്നുള്ളതാണ് അദ്ദേഹം അസീസ് ഭീമനാട് പറഞ്ഞത്. അതെ, അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അത് ശരിക്കും സി മുഹമ്മദ് ബഷീർ എന്ന് പറഞ്ഞ ഒരാള് അവിടെ ഫീൽഡിൽ ഇറങ്ങി വർക്ക് ചെയ്തില്ലെങ്കിൽ ഭരണം മാറി തന്നെ. ഇപ്പൊ സി മുഹമ്മദ് ബഷീർ എന്ന് പറഞ്ഞ ഒരാള് മുമ്പിൽ നിന്ന് അയച്ചത് കൊണ്ടായിരിക്കാം ഇപ്രാവശ്യം മുനിസിപ്പാലിറ്റി കിട്ടിയെന്നുള്ളത്. അങ്ങനെ ചർച്ചകൾ വരാൻ തുടങ്ങിയത് ഇന്നത്തെ ആ ഒരു തുറന്നു വച്ചിലാണ്, അസീസ് ഭീമനാട് തുറന്നു വച്ചിലാണ്. അതേ ഫീൽഡിൽ ഇറങ്ങി അത് കോൺഗ്രസിനും UDF-നും എല്ലാം വേണ്ടി ഒരുമിച്ച് വർക്ക് ചെയ്ത ഒരാളാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തെ അടുത്ത MLA സ്ഥാനാർത്ഥിയായി കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടരുണ്ട് ഇവിടെ. അത് നമ്മൾ കുറച്ച് കാണാൻ പറ്റില്ല. ഒരു ഇതിൽ എന്താ വെച്ചാൽ ഇവരാരാണ് MLA സ്ഥാനാർത്ഥി ആവുക, പക്ഷെ അവരായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജനസമ്മതി ഉണ്ടോ, അതാണ് ചർച്ചാ വിഷയമാണ്. ഈ സി മുഹമ്മദ് ബഷീർ മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റി മാത്രം ഒതുങ്ങുന്ന ആളാണോ, അതാണ് അവിടെയാണ് നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. അദ്ദേഹത്തിന് അവിടെ കോട്ടപ്പാട്ട് അത് സ്വാധീനം ഉണ്ടോ, അല്ലെങ്കിൽ അതിനൊരു സ്വാധീനം ഉണ്ടോ, അല്ലെങ്കിൽ അട്ടപ്പാടി മേഖലയിലെ തെക്ക് സ്വാധീനം ഉണ്ടോ, അവിടെയാണ് ഷംസുദ്ദീന്റെ പേര് മുതുകുന്നത്. ഷംസുദ്ദീൻ എന്ന് പറയുന്ന MLA ശേഷം MLA ആയതിനു ശേഷം എല്ലാ ഭാഗത്തും സ്വാധീനമുണ്ട്. അലനല്ലൂർ മുതൽ പുതുതായി പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ഒരു സാഹചര്യം അലനല്ലൂർ മുതൽ അട്ടപ്പാടി വരെ അദ്ദേഹത്തിന് സ്വാധീനമുണ്ട്. വോട്ടർമാർക്കിടെ സുപരിചിതനാണ്. അതേപോലെ ആയിരം കറഞ്ഞ പള്ളിയെന്നോ അമ്പലമൊന്നും ഇല്ലാതെ പ്രാദേശിക റോഡുകൾ, കാരണം പിന്നെ അമ്പലങ്ങളിലേക്കും പള്ളികളിലേക്കും പോകാൻ വേണ്ടിയുള്ള ലൈറ്റുകൾ, അത് അദ്ദേഹം പറഞ്ഞല്ലോ വികസനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ പിന്നെ നമ്മൾ അരക്കുറിശിയിലുള്ള അവിടെ സ്റ്റെപ്പുകളൊക്കെ ഉണ്ട്. അരക്കുറിശിന്റെ അവിടെ വികസനത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. അമ്പലത്തിന്റെ അവിടെ പൂരം നന്നാക്കാൻ വേണ്ടി ചെയ്തിട്ടുണ്ട്. അപ്പൊ ശംസുദ്ദീൻ എന്ന വ്യക്തി സ്വാധീനം ഉണ്ടെങ്കിൽ പോലും ഇവിടെ ഒരു പ്രാദേശിക വികാരം ഉയർന്നു വരുന്നുണ്ട്. പ്രാദേശിക വികാരം ഉയർന്നു വരുന്നുണ്ട് എന്ന് പറയുമ്പോഴേ കഴിഞ്ഞ 15 വർഷമായിട്ടും ഈ വികാരം ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ഈ ഒരു വികാരം ഉയർന്നു വന്നിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ ഇന്ന് PR സുരേഷ് പറയണ്ടായി, അവർക്കൊരു ഏകോപന തീരുമാനം എടുക്കാനുള്ള ഒരു കപ്പാസിറ്റി അല്ലെങ്കിൽ ആ ഒരു കൂടിയാലോചന അതിൽ നടക്കുന്നില്ല, അല്ലെങ്കിൽ നടന്ന് പരാജയപ്പെട്ടു പോവുകയാണ് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. മുൻപും നമ്മളോട് ഈ പറയപ്പെട്ട സലാമാഷി തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അല്ല, അതിൽ പ്രശ്നത്തിനുണ്ടെങ്കിൽ ഇപ്പൊ ഇവിടെ ആരാണ് വലുത് എന്നുള്ളത്. കളത്തബ്ദുള്ള ലാസ്റ്റ് ഇവിടുന്ന് MLA ആയിട്ടുള്ളത്, അതിനുശേഷം തോറ്റു, പിന്നെയാണ് ശംസുദ്ദീൻ വരുന്നത്. അപ്പൊ ഇവിടെ സീനിയോറിറ്റി ഇനി ആരെടുത്ത് MLA സ്ഥാനാർത്ഥി ആവണം എന്നുള്ളത് കളത്തബ്ദുള്ള ഇപ്പോഴും ആഗ്രഹം മത്സരിക്കാൻ. ഫായിദ ബഷീറിന് ആഗ്രഹമുണ്ട്, അതേപോലെ കലരി ബക്കറിനുണ്ട്, സലാമാഷിക്കുണ്ട്. എന്തുകൊണ്ടോ ഒരാൾ മാറിപ്പോയത് നമ്മുടെ റഷീദാലയന് മാത്രമല്ല, നമ്മുടെ ബാങ്കിന്റെ അരിയൂർ ബാങ്കിന്റെ നമ്മുടെ സിദ്ദീഖ്, അദ്ദേഹമൊക്കെയാണ് മാറിപ്പോയിട്ടുള്ളത്. ബാക്കിയുള്ളവർക്കൊക്കെ അപ്പൊ ഇവര് MLA സ്ഥാനത്ത് മണ്ണാക്കാട് വരട്ടെന്ന് പറയുമ്പോൾ പിന്നെ ആശയക്കുഴപ്പമാണ്, പിന്നെ ഒരു തമ്മിൽ അടിയാണ്. ആരാവണം എന്നുള്ള ചർച്ച വരുമ്പോ എല്ലാവരും പറയുന്ന പേര് എന്റെ പേര് എന്ന് പറയുമ്പോൾ പിന്നെ അവിടെ നേതാക്കളെ പോയി കാണുന്നത് കൊണ്ട് കണ്ടത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? അല്ല, ഞാൻ കൗതുകമുണ്ട്. പണ്ട് നേതാക്കളെ ഇവര് കാണുന്നുള്ളൂ, ഇതിൻ്റെയൊക്കെ അതോറിറ്റി തങ്ങളാ. ഞാൻ കോഴിക്കോട് നിന്നുള്ള ആ ഭാഗത്തുള്ള സംഭവം, അതായത് അവിടെ നിന്ന് ഒരു മാന്യ അദ്ദേഹം തങ്ങൾ നേരിട്ട് പോയി. അദ്ദേഹത്തിന് കൂടെ കുറച്ച് ആളുകളുണ്ട്. അപ്പൊ ഞാൻ വീട്ടിൽ പോയി, കാരണം തങ്ങൾക്ക് ഒരു പ്രത്യേക സമയത്ത് ആളുകൾ കാണാൻ സമയമുണ്ട്. ആ സമയത്ത് പോയി അദ്ദേഹം പറഞ്ഞു, പ്രാദേശികമായിട്ട് എല്ലാവരും എൻ്റെ പേരാണ് പറയുന്നത്, അപ്പോൾ തങ്ങൾ ഇത്തവണ സീറ്റ് എനിക്ക് തരണം. അപ്പൊ തങ്ങൾ പറഞ്ഞ മറുപടി വളരെ രസകരം. ഞാൻ തനിക്ക് എന്ത് ജോലി തന്നിട്ടില്ലെന്ന് വെച്ചു. അപ്പോൾ മണ്ഡലത്തിന്റെ നന്നായിട്ട് അവിടുത്തെ എല്ലാവരെയും വോട്ടർമാരെയൊക്കെ ഇതാക്കിയിട്ട് ലീഗ് ശക്തമായ അടിത്തറ ഉണ്ടാക്കുക. താൻ ആദ്യം പോയി ആ ജോലി ചെയ്യും, അടിത്തറ ഉണ്ടാക്കുക, ലിസ്റ്റ് ഉണ്ടൊക്കെ ഞാൻ ഇവിടെ പറയും. അപ്പോൾ വന്നാൽ മതി, അല്ലാതെ ഇങ്ങോട്ട് സ്ഥാനാർത്ഥിയാക്കണം പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല. അത് ഞാനവിടെ പറയും. ശാബ്ദങ്ങൾ പണ്ട് ശാബ്ദങ്ങളിൽ ഭയങ്കര ആരോടും പണക്കൊന്നുമില്ല. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് അങ്ങനല്ല, വെൽ സ്റ്റഡീഡാണ്, കാര്യങ്ങൾ വ്യക്തമായി പഠിക്കും. ഓരോ മണ്ഡലത്തെയും പഠിച്ചാണ് അദ്ദേഹം ശാബ്ദങ്ങൾ എല്ലാവരും കേട്ടിരുന്നു. ശാബ്ദങ്ങൾ വളരെ എല്ലാവരും ചിരിച്ചുകൊണ്ട് ആര് പോയാലും അവരുടെ എല്ലാ കാര്യങ്ങളും കേട്ടിരിക്കുകയും അതിനൊരു മറുവാകം എല്ലാം തിരിച്ചിപ്പോ ശബ്ദങ്ങളാവുന്ന സമയത്ത് എല്ലാവരും പോയി അദ്ദേഹത്തെ കാര്യം പറയുമ്പോൾ അവർ ചേർന്ന ഇഷ്ടപ്പെടും, ഞാനാണ് തങ്ങൾ ചിരി കണ്ടിട്ടുണ്ടെങ്കിൽ ഞാനാണ്, അങ്ങനെ എല്ലാവരും പറഞ്ഞു തരും. പക്ഷെ പിന്നെയൊന്നും ഇല്ല, ലിസ്റ്റ് ഔട്ട് കട്ട് തരും. ഇപ്പൊ തങ്ങളല്ല, അപ്പൊ മറുപടിയാണ്, തനിക്ക് ജോലി തന്നിട്ടുണ്ട് ഞാൻ, അപ്പോൾ ചെയ്തിട്ട് വൃത്തിയായിട്ട് വരും. അതല്ലാതെ വെറുതെ സ്ഥാനാർത്ഥിയാക്കണം ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല. ഞാൻ അങ്ങോട്ട് വേറെ വല്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ വരും, ലീഗിന് എന്തെങ്കിലും അവിടെ എന്തെങ്കിലും ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ ലീഗ് അവിടെ എന്താണ് ചെയ്യേണ്ടത്, അങ്ങനെയൊക്കെ എന്തെങ്കിലും വരും. അല്ലാതെ വെറുതെ ഇന്ന സ്ഥാനാർത്ഥിയെ കൊണ്ട് വരേണ്ട, ഇങ്ങോട്ട് വരേണ്ട, ഒരാൾ ഇങ്ങോട്ട് വരേണ്ട, ഞാൻ കാണുവേണം എന്നുള്ളൊരു അദ്ദേഹത്തെ അടുത്ത ആളെ പറഞ്ഞത്. അങ്ങനെ നിലപാടെടുക്കുന്ന ഒരു വ്യക്തി സാധിക്കുന്നത്, അതെല്ലാവരും പറയുന്നത്. ഇപ്പൊ നമ്മുടെ ജില്ലാ പ്രസിഡന്റ് പറഞ്ഞില്ലേ, സാഹിബ് തങ്ങൾക്ക് വേണമെങ്കിൽ 4, 5, 6 തവണ വേണമെങ്കിൽ കൊടുക്കാം. കാരണം അദ്ദേഹം വളരെ സ്റ്റഡീനാണ്. നമ്മൾ പറയുന്ന പോലെയല്ല, സാഹിബ് തങ്ങൾ വളരെ കൃത്യമായിട്ട് ഓരോ പ്രദേശത്തെയും പഠിച്ചിട്ട് അതിന് കൃത്യമായ ഇതാ കൊടുക്കുക. അതുകൊണ്ടാണ് ഇവരൊക്കെ നിലവിൽ സാഹിത്യം കാണാൻ പോകുന്നത്.
നെഹ്റു സാഹിബിന്റെ മുഖാന്തരം തങ്ങളോട് പറഞ്ഞ് അങ്ങനെ ആക്കാം. പക്ഷെ സാഹിത്യ തരത്തിൽ മൂപ്പരൊരു പഠനം നടത്തിയ ശേഷം മാത്രമേ ലിസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതില് മറ്റൊരു കാര്യം പറയാനുള്ളത്, മണ്ണാർക്കാട് നഗരസഭയിൽ അല്ലെങ്കിൽ മണ്ണാർക്കാട് മണ്ഡലത്തിൽ ഈ അട്ടപ്പാടി ഒഴിച്ചു നിർത്തിയാൽ മറ്റുള്ള ഭാഗങ്ങളിൽ മുസ്ലിം ലീഗ് 2 വിഭാഗമായി മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവും? അത് കാരണം അറിയണമെങ്കിൽ ഇപ്പോ നമ്മളിപ്പോ എനിക്ക് അല്ലെങ്കിൽ ഇപ്പോ നമ്മുടെ താങ്കൾക്കും തോന്നുകയാണ് എനിക്ക് ഇനി അവസരമില്ല എന്ന് തോന്നുമ്പോൾ, ഇത്തവണ എനിക്ക് മത്സരിച്ചേ മതിയാവുമെന്ന് തോന്നുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിനുവേണ്ടി നമ്മൾ വിളമൊരുക്കും. അപ്പോൾ ഓട്ടോമാറ്റിക് 2 വിഭാഗമായി മാറും. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്കൊക്കെ നീങ്ങിയിട്ടുണ്ട്. 2 വിഭാഗമായി മാറ്റുണ്ടെന്ന് പറയുന്നത് നമുക്ക് പറയുന്നത് ഇപ്പോൾ സി മുഹമ്മദ് ബഷീർ വിഭാഗം, അതേപോലെ MLA ശംസുദ്ദീൻ വിഭാഗം, അങ്ങനെ 2 വിഭാഗങ്ങളായി മാറി 2 വിഭാഗങ്ങളുടെ ആളുകൾ പോകുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ചർച്ച വരുന്നത്. നമുക്ക് ഉറപ്പില്ല. അങ്ങനെ ഒരു ശംസുദ്ദീൻ അനുകൂലിക്കുന്ന ഒരു ആദ്യം സി മുഹമ്മദ് ബഷീർ അനുകൂലിക്കുന്ന ഒരു വിഭാഗം പോകുന്നു, അപ്പൊ തന്നെ ശംസുദ്ദീൻ അനുകൂലിക്കുന്ന വിഭാഗം പോകുന്നു. 2 വിഭാഗങ്ങൾ പോകുന്നത് കൊണ്ട് മണ്ണാർക്കാടിന് ഗുണമല്ല ഉണ്ടാവുന്നതെങ്കിലും അതുകൊണ്ട് ഉണ്ടാവുന്നത് കാരണം ഈ തെരഞ്ഞെടുപ്പൊക്കെ ആകുമ്പോൾ എല്ലാവരും ഒത്തൊരുമിച്ച് പോകുക എന്നുള്ളതാണ്. ഇപ്പൊ 2 വിഭാഗങ്ങളായി മറ്റൊരു കാര്യം ഇന്ന് PR സുരേഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോഴല്ലേ സ്ഥാനാർത്ഥി കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടത്. എനിക്കിപ്പോ സ്ഥാനാർത്ഥിയാവണം താല്പര്യമുണ്ട്, തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോഴാണ് എനിക്ക് നേതൃത്വത്തോട് പറഞ്ഞ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നുണ്ട്, എനിക്ക് സ്ഥാനാർത്ഥിയാവണം എന്നുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോഴാണ് എനിക്കത് നേതൃത്വത്തോട് ചോദിക്കേണ്ടത്. അല്ല, ഇതില് ഒരു കാര്യം, അദ്ദേഹത്തിന്റെ ഒരു വാക്കുകളാണത്. അല്ല, ഇതിലൊരു കാര്യം എന്ന് പറയുന്നത് ശംസുദ്ദീൻ അനുകൂലമായി മാറുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് അദ്ദേഹം പോകുന്നത് ഇപ്പൊ നമ്മളോട് ഇന്നലെ വസീബിനോട് പറഞ്ഞത് അദ്ദേഹത്തെ പരിചയപ്പെടുത്താൻ ആവശ്യമില്ല, ഈസിയാണ്. അദ്ദേഹത്തോട് വർക്കിംഗ് ഒക്കെ വളരെ സുഗമമായിട്ട് കാര്യങ്ങൾ വളരെ എളുപ്പം കഴിയും. പക്ഷെ മണ്ണാർക്കാടിന് ആൾ വരുമ്പോൾ ശംസുദ്ദീന് വേണ്ടി വർക്ക് ചെയ്യുന്ന കുറച്ച് കൂടുതൽ വർക്ക് ചെയ്യേണ്ടി വരും. കാരണം ശംസുദ്ദീന് വേണ്ടി വർക്ക് ചെയ്യുന്നതിനേക്കാളും കുറച്ച് പ്രവർത്തനം കൂടുതലായിട്ട് വേണ്ടി. പക്ഷെ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ലീഗിന് ഇവിടെ സേഫ് സോൺ ആണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ പ്രാദേശിക തലത്തിൽ ഒരാൾ വരണമെന്ന് ആഗ്രഹിക്കുന്ന കുറേ പേരുണ്ട്. നമ്മൾ പ്രമുഖർ കാണാൻ പോകും. കാരണം രാഷ്ട്രീയത്തിന് പുറമെ പ്രമുഖർ കാണാൻ പോകുന്ന പറയുമ്പോൾ മണ്ണാർക്കാട് ഒരു MLA വേണമെന്നൊരു പ്രാദേശികൻ. അതുകൊണ്ട് കൂടുതൽ ഊട്ടി വായിക്കാനുള്ളത് ശംസുദ്ദീനും മണ്ണാർക്കാട് വീടുപോലായി മായിട്ടുണ്ട്. 15 കൊല്ലം കൊണ്ട് നിൽക്കാനും ശംസുദ്ദീനും ഒരു വലിയൊരു കാലം മണ്ണാർക്കാടിന്റെ ഒരു ആളായി അവിടെ ഇവിടെ വന്ന ആള് ഇപ്പൊ മണ്ണാർക്കാട്ടുകാരായി മാറിയ അവസ്ഥയുണ്ട്. മണ്ണാർക്കാട്ടുകാരായി മാറിക്കൊണ്ടിരിക്കുകയാണ് ശംസുദ്ദീൻ. അപ്പോൾ ഇതിപ്പോ വരുന്നത് പ്രാദേശിക ഇത് വരുന്ന പറയുമ്പോൾ പോലും ശംസുദ്ദീൻ അവിടെയും ചെറുതായിട്ടൊരു ഇത് കാരണം ശംസുദ്ദീൻ ഇവിടെ 15 കൊല്ലം ഉണ്ട്. പക്ഷെ അതിൽ ചെറിയ പ്രശ്നം എന്ന് പറയാൻ ചില സമയങ്ങൾ ഇവിടെ കിട്ടുന്നില്ല എന്നുള്ളതാണ്. മണ്ണാർക്കാട്ടുകാരനാണ് ഫുൾ ടൈം ഇവിടെ അവൈലബിൾ ആണ്, ഇവിടെ തന്നെ ഫുൾ ടൈം ഉണ്ടാവും, എപ്പോൾ ചില ആൾ കിട്ടും. പക്ഷെ ഇത് ശംസുദ്ദീൻ ചില കാര്യങ്ങൾ ബന്ധുക്കളെടുത്ത് പോകാൻ മറ്റൊക്കെ ആകുമ്പോൾ ചില കാര്യങ്ങൾ അദ്ദേഹത്തിന് അങ്ങോട്ട് പോകേണ്ടി വരും. അത് അദ്ദേഹത്തിന് പറഞ്ഞിട്ട് കാര്യമില്ല, അദ്ദേഹത്തിന് പേഴ്സണലി പോകേണ്ടി വരും. അതുകൊണ്ട് കിട്ടാതിരിക്കുന്ന അവസ്ഥ ആണെങ്കിൽ നമുക്ക് പറയാം അങ്ങനെ എപ്പോഴും കിട്ടുന്നില്ല, സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല, അതാണ് നമുക്ക് ഉണ്ടായിട്ടില്ല. അപ്പൊ ശംസുദ്ദീൻ ആയാലും അതാണ് വലിയൊരു പ്രശ്നം ഉണ്ടാത്ത രീതി പോകുന്നില്ല. പക്ഷേ മണ്ണാർക്കാട് ഒരാൾ വന്നാലും സുഖമായിട്ട് പോകും. അപ്പോൾ ശരിക്കും പറഞ്ഞപ്പോൾ ലീഗിനുള്ളിൽ ഒരു ആശയക്കുഴപ്പമാണ് ഇപ്പോൾ. അല്ല, 2 തട്ടിലാണ് എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. മണ്ണാർക്കാട് മുസ്ലിം ലീഗ് അല്ലെങ്കിൽ യൂത്ത് ലീഗ് 2 തട്ടിലാണ് എന്നുള്ള രൂപത്തിലുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. ഇത് 2 തട്ടിലാണെന്ന് പറയുന്ന ഒരു കാരണത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലീഡർ ഉണ്ടല്ലോ, ആ ലീഡർ പറയുന്ന കാര്യങ്ങളല്ല ലീഡർ. ഈ 2 തട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ 2 തട്ടിൽ മുസ്ലിം ലീഗ് ആവാന്ന് പറയുമ്പോൾ ഇത് എടുത്തു കാണേണ്ട ഒരു സംഭവം കോട്ടപ്പാടം പഞ്ചായത്ത് കുറച്ചു മുമ്പ് നമുക്ക് മുൻപുള്ള ഒരു ഉദാഹരണമാണ്. അവിടെ മുസ്ലിം ലീഗ് 2 തട്ടില് 2 നേതാക്കളുടെ ഇടയിൽ ഉണ്ടായ ഒരു അഭിപ്രായ വ്യത്യാസം കാരണം ആ പഞ്ചായത്ത് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പൊ അതുപോലെ മണ്ണാർക്കാട് നിയോജക മണ്ഡലത്തിൽ ഇത്തരത്തിലുള്ള ഫായിദ ബഷീർ എന്ന് പറയുന്നത് നമുക്കറിയാം ഒഴിച്ചു നിർത്താൻ പറ്റാത്ത ഒരാളാണ്. അതുപോലെ തന്നെയാണ് MLAക്ക് വളരെയധികം സ്വാധീനമുണ്ട്. അദ്ദേഹം ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ബഷീറും അതുപോലെ തന്നെ ഫൈദ ബഷീർ ആണെങ്കിലും ഈ നഗരസഭയിൽ ഒരുപാട് വികസന പ്രവർത്തനം കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ അവർ തമ്മിലുള്ള ഒരു ഫൈറ്റ് ഈ ഒരു മണ്ഡലം തന്നെ നഷ്ടപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാവുമോ? ഇല്ല, അത് കോട്ടപ്പാടത്തിന്റെ കേസ് എന്ന് പറയുന്നത് അവിടെ 2015 ആണോ അതിന് മുമ്പാണോ, 15 അതില് നമ്മുടെ കല്ലടി ബക്കറിന് ഒരു ചെറിയ പ്രതിസന്ധി ഉണ്ടാവുകയും അദ്ദേഹം 3 പേര് നിൽക്കുന്ന ചെയ്യുന്ന സമയത്ത് അവിടെ കല്ലടി ബക്കർ കോട്ടപ്പാടം പഞ്ചായത്തിൽ അദ്ദേഹത്തിന് ചില വാർഡുകളിൽ സ്വാധീനമുണ്ട്. പക്ഷെ മണ്ണാർക്കാട് മണ്ഡലത്തിൽ അങ്ങനെ വിഷയം ഉണ്ടാവില്ല. അത് പ്രതിഫലിക്കുക എന്ന് പറയുന്നത് വലിയൊരു വോട്ട് വ്യത്യാസത്തിൽ മാറണം. അത് അങ്ങനെ ഒരു വലിയൊരു കാലുവാൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ലീഗിന്റെ ഉള്ളിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടാവും. പക്ഷെ അത് പിന്നെ അത് ദൂരവ്യാപകമായിട്ട് പിന്നെ ഇവിടുത്തെ ആളുകൾക്ക് ഒരിക്കലും എന്താണ് സ്ഥാനാർത്ഥിത്വം കൊടുക്കാതെ പുറമെ ആൾ വരുന്ന സിറ്റുവേഷൻ വരും. മണ്ണാർക്കാട് നിന്ന് ഒരു പ്രാദേശിക ഒരാൾ വരാതെ എപ്പോഴും പുറത്തു നിന്നാണ്. അപ്പൊ അതൊക്കെ ഉണ്ടാവാൻ സാധ്യത വളരെ കുറവ്. മണ്ണാർക്കാട് എന്താ വെച്ചാൽ ഇപ്പോഴത്തെ ഒരു ഭരണം എന്ന് പറയുന്നത് 2 ടേമായി പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിട്ട് അദ്ദേഹം LDF ആണ് 2 ടേമായി ജയിക്കുന്നത് ഭരണമുള്ളത്.
അപ്പൊ ഈ ടേണും കൂടി അങ്ങനെ കാല് വാരിട്ടൊക്കെ പോവാന്ന് പറയുമ്പോൾ വലിയ പ്രശ്നമാണ്. അപ്പൊ ഒരിക്കലും ഉള്ളിൽ അമർഷം ഉണ്ടെങ്കിൽ പോലും ഇനിയിപ്പോ നേതാക്കൾ അണികൾ പറഞ്ഞാൽ പോലും അങ്ങനെ ഒരു കാലുവാരി നടക്കാൻ പക്ഷെ തങ്ങൾ ഒരാളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതിന്റെ കൂടെ നിൽക്കും എന്നുള്ളതാണ് നമ്മളാക്കാൻ. അതന്നെ, അല്ലാതെ തങ്ങള് ഒരു പേര് പറയുന്നത് വരെ മാത്രമേ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുള്ളൂ, ഈ ചർച്ചയ്ക്ക് പ്രസക്തി. അത് കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഒറ്റക്കെട്ടായി നിൽക്കും. അപ്പൊ അവിടെ ആരും വേറെ നിൽക്കില്ല. പിന്നെ വേറെ ഒന്നുണ്ട്, ഇപ്പൊ ഇനി ഏതെങ്കിലും ഒരു നേതാവ് ലീഗിന് പ്രതികൂലമായി ലീഗിന് വിരുദ്ധമായി വോട്ട് ചെയ്യുമ്പോൾ ആ നേതാവ് ഒറ്റപ്പെടും. അണികൾ അങ്ങനെ കൂട്ടത്തോടെ മാറി നിൽക്കില്ല. അപ്പൊ ആ നേതാവിന്റെ വാല്യൂയാണ് പോകുന്നത്. കുറച്ച് വോട്ടൊക്കെ പോകുന്നില്ല, അത് കാരണം ഇവര് മടുത്തു കഴിഞ്ഞ് ഭരണഗത അവസ്ഥയിൽ. അപ്പൊ ഇനിയും അങ്ങനെ ഒരു കാലുവാരി ഭരണം പോകുന്ന അവസ്ഥയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അണികൾ അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തുന്നല്ലാതെ അത് കൂടുതൽ വളരെ ചാൻസ് വളരെ കുറവാണ്. എന്നാലും ശംസുദ്ദീൻ MLA വിജയിച്ചു വന്നാൽ ചിലപ്പോൾ ഭരണം കിട്ടിയാൽ ഒരു മന്ത്രിയാവാനുള്ള ചാൻസ് ഒക്കെ കാണുന്നുണ്ട്. അതിന് മന്ത്രി അദ്ദേഹത്തിന് ഇപ്പോൾ സഹകരണ വകുപ്പോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പോ ഒക്കെ ഉണ്ടാവാം. പക്ഷെ ഇപ്പോഴും നമുക്ക് പറയല്ലോ, ഇപ്പോൾ ഇതുവരെ കാണാത്ത തരത്തിലേക്കുള്ള ഒരു ധ്രുവീകരണം, അതായത് പ്രാദേശിക തലത്തിൽ ഒരാൾ വേണം എന്നുള്ളത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്ന ആദ്യമായിട്ടാണ്. ഈ 3 ടൈമിൽ ഇത്രത്തോളം വലുതായിട്ടൊരു ചർച്ച വരുന്നത് ആദ്യമായിട്ടാണ്. കാരണം 2 തരത്തിൽ ആളുകൾ കാണാൻ പോവുകയും തങ്ങളുടെ ശക്തി അവിടെ കാണിച്ചു കൊടുക്കാനുള്ളൂ. ഇത്ര ആളുകൾ ഞങ്ങളൊപ്പം ഉണ്ട്, ഇത്ര ആൾ ഞങ്ങളോടൊപ്പം ഉണ്ട്. പക്ഷെ അത് ശക്തി തെളിയിക്കലൊക്കെ ആണല്ലോ. ഇപ്പൊ ഫസ്റ്റ് ആദ്യം പോയ ആളുകൾ കൂടുതൽ കൂടുതൽ ആളുകൾ, കൂടുതൽ ആളുകൾ ഞങ്ങൾ കൂടെ ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള ആദ്യമായിട്ടാണ്. അപ്പോൾ ലീഗിന്റെ അവിടെ നിന്ന് വരുന്നത് നിർദ്ദേശം ചിലപ്പോൾ ഇവര് രണ്ടുപേരും സമവായ പ്രകാരം ഉള്ള സ്ഥാനാർത്ഥിയാവാൻ സാധ്യത. അത് തങ്ങളായിരിക്കും പറയുന്നത്. തങ്ങള് ചിലപ്പോ ഇതിന് ശേഷം ചിലപ്പോ ഈ നേതാക്കന്മാരെ കുറിച്ച് ഒന്ന് വിമർശിക്കാൻ അല്ലെങ്കിൽ അവരോട് സ്വകാര്യമായിട്ട് എന്തെങ്കിലും പറയാൻ സാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും മണ്ണാർക്കാട് നമുക്കറിയാം, കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നത് മണികണ്ഠൻ പൊറ്റശ്ശേരി അതുപോലെ തന്നെ ശംസുദ്ദീൻ മത്സരം ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട്. അതിൽ നിന്നൊക്കെ പിക്ചർ ഏകദേശം മാറി പോകുന്നുണ്ടോ? ഇല്ല, ഇപ്പോഴും മണികണ്ഠൻ പൊറ്റശ്ശേരിയുടെ കാര്യം നമുക്ക് ഏകദേശം ഉറപ്പൊന്നുമില്ല. പക്ഷെ ശംസുദ്ദീന്റെ കാര്യത്തിൽ അവസാന നിമിഷത്തിൽ വല്ല മാറ്റം വന്നാലേ ഉള്ളൂ. ഇപ്പോഴും 90% ശംസുദ്ദീൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. ശംസുദ്ദീൻ പക്ഷെ ഇപ്പോഴും മണികണ്ഠന്റെ പേര് സജീവമാണെങ്കിൽ ഇപ്പോൾ ചില വാർത്താ ചാനലുകളൊക്കെ വേറെ പേര് വരുന്നുണ്ടെങ്കിൽ പോലും മണികണ്ഠൻ പൊറ്റശ്ശേരിക്കാണ് ഇപ്പോൾ സാധ്യത എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട്. അത് മാത്രമല്ല, നമ്മൾ മുമ്പ് കോങ്ങാട് പറഞ്ഞതിൽ ഇപ്പൊ മനോരമ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്, മനോരമ പേപ്പർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് തുളസിക്കാണ് അവിടെ സാധ്യത എന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് പറയുന്ന കാര്യങ്ങൾ ഏകദേശമൊക്കെ ശരിയായി വരുന്നുണ്ട്. ഇത്തവണ ശംസുദ്ദീൻ മത്സരിക്കാൻ സാധ്യത വളരെ കൂടുതലാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ പറയാം. പക്ഷെ മുഹമ്മദ് ബഷീറിന്റെ പേര് നമുക്ക് തള്ളിക്കളയാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. ലാസ്റ്റ് ആയിട്ട് നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ്: ബഷീർ വെസ് ശംസുദ്ദീൻ, അല്ലെങ്കിൽ ശംസുദ്ദീൻ വെസ് ബഷീർ. ഇങ്ങനെയാണ് ഇപ്പൊ നമ്മൾ ലാസ്റ്റ് പറയുന്ന ഒരു എന്ന് പറയുമ്പോ അവര് തമ്മിൽ മത്സരം എന്നല്ല, അല്ലെങ്കിൽ ബഷീർ ഇതുവരെ അവര് നമ്മൾ പറയല്ലോ, ഇപ്പൊ ഒരു ടീമിലെ ഒരു പ്ലെയർ ആവാൻ മത്സരം ഉണ്ടാവുമല്ലോ. ഒരു ക്ലബില് അല്ലെങ്കിൽ ഒരു നാഷണൽ ടീമിലേക്ക് ഫോർവേഡിൽ ഇന്ന കളിക്കാരൻ ആരാണ് അവിടെ വേണ്ടത്, കളിക്കുന്ന മുമ്പ് ആ ടീമിൽ സെലക്ഷൻ കമ്മിറ്റി വരുമല്ലോ, ആ സെലക്ഷൻ കമ്മിറ്റി നിൽക്കുന്ന പറയുന്നത്. അതാണ് പറയുന്നത്. ഇപ്പൊ നമുക്ക് ശംസുദ്ദീൻ വെസ് ബഷീറാണ്. ഈ ടീമിലേക്ക് എടുക്കുന്ന ആരറിയില്ല, പക്ഷെ ടീമിലേക്ക് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ ഒറ്റ പേരായി മാറും. എന്തായാലും മണ്ണാർക്കാട് നിയോജക മണ്ഡലത്തിൽ ഇത്തവണ ശംസുദ്ദീൻ മത്സരിക്കുമെന്നുള്ള ചെറിയ ഒരു മുൻതൂക്കം ഉണ്ടെങ്കിലും ഇത്തവണ ഫായിദ ബഷീർ, മുഹമ്മദ് ബഷീറിന്റെ പേര് തള്ളിക്കളയാൻ പറ്റാത്ത ഒരു ഘടകമായി മാറിയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും സംസ്ഥാന നേതാക്കളെ നിരന്തരമായി പ്രാദേശിക നേതാക്കളും അതുപോലെ തന്നെ പൗരപ്രമുഖരും നേരിട്ട് പോയി കാണുന്ന ഒരു സാഹചര്യവുമാണ് മണ്ണാർക്കാട് നിലനിൽക്കുന്നത്. ഇന്ന് പോയിട്ടുണ്ടായിരുന്നത് നമുക്കറിയാം, മണ്ണാർക്കാട് മണ്ഡലത്തിലെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറിമാർ ഉൾപ്പെടെ PK കുഞ്ഞാലിക്കുട്ടിയെ പോയി കാണുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും മണ്ണാർക്കാട് വലിയൊരു മത്സരം തന്നെ ഉണ്ടാകും. എന്തായാലും CPIയുടെ LDFന്റെ സ്ഥാനാർത്ഥി ആരെന്നുള്ള ചർച്ചകൾ പുരോഗമിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. എന്തായാലും ഇടതുപക്ഷത്തെ മണ്ണാർക്കാട് തള്ളിക്കളയാൻ പറ്റാത്ത ഒരു ഘടകം തന്നെയാണ്. എന്തായാലും കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ അർഷാദ്, എന്നോടൊപ്പം ഉണ്ടായിരുന്നത് അബ്ദുൽ ഹാദി.